Dear students, ഇപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് മൈക്രോ പ്രോസസറിൻ്റെ മോഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ മോഡ്യൂൾ 5-ൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് MMU മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MMU ആൻഡ് MPU ആയിട്ടുള്ള കമ്പാരിസൺ. കമ്പയർ MMU ആൻഡ് MPU. MMU ഈസ് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ്, MPU ഈസ് മെമ്മറി പ്രൊട്ടക്ഷൻ യൂണിറ്റ്. And MMU is more advanced than MPU, and it can control cache control, it can do bus arbitration, and it can generate virtual address. These are the advantages of MMU. That is, MMU is more advanced, MMU can do bus arbitration, MMU can generate virtual address, also MMU can control cache. Whereas MPU is doing memory protection, which is much simpler than MMU, and it have less overhead. Okay. Then what are the attributes of MPU? MPU use ചെയ്യുന്ന various parameters അല്ലെങ്കിൽ attributes. So first, MPU which type, which protects which type, which can be instruction or data. That's the first one. Then starting address. The starting address of MPU is also a attribute. And the size of MPU, it can be 4KB to 4GB. It can be cache types. Different types of cache are there. That's also a parameter of memory protection unit. Write buffer, access permission. Access permission can be read, write, execute. These are the attributes of MPU. So MPU attributes are types, whether it is instruction or data, starting address, size, cache type, write buffer, access permission. Next we are going to the main part, that is working of virtual memory. And first of all, we need to understand what is meant by virtual address and what is meant by physical address. These are the things very important. So virtual memory means, suppose namukku oru computer undu. That computer have 1 GB of random access memory RAM. അപ്പോൾ 1 GB ഉള്ള ഒരു കമ്പ്യൂട്ടറിന് ചില സമയത്ത് 2 GB ഉള്ള ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യേണ്ടി വരും. ഇൻ ദാറ്റ് കേസ് വി നീഡ് ടു ഗോ ഫോർ എ കൺസെപ്റ്റ് കോൾഡ് വെർച്വൽ അഡ്രസ് ഓർ വെർച്വൽ മെമ്മറി. ഇറ്റ്സ് ക്ലിയർ. 1 GB ഉള്ള ഒരു കമ്പ്യൂട്ടറാണ് നമ്മുടെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ മൊബൈൽ ഫോണാണ് നമ്മുടെ കയ്യിലുള്ളത്. ദാറ്റ് മൊബൈൽ ഫോൺ നീഡ് ടു റൺ ആൻ ആപ്ലിക്കേഷൻ which requires a RAM or main memory size of 2 GB. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫിസിക്കൽ മെമ്മറി ഹാർഡ് ഡിസ്കിൻ്റെ കുറച്ച് പോർഷൻ എടുത്തിട്ട് മെയിൻ മെമ്മറി ആക്കി മാറ്റിയിട്ട് പ്രോസറിന് അലോട്ട് ചെയ്യുന്നതാണ് വെർച്വൽ അഡ്രസ്. അപ്പോൾ പ്രോസർ വിചാരിക്കുന്നത് ഇറ്റ് റൺസ് പ്രോഗ്രാംസ് ഇൻ മെയിൻ മെമ്മറി. But that not happens, because actually some portion of the physical memory or hard disk taken as a main memory or a part of RAM and executes the program. That is called virtual memory. അതാണ് വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഇപ്പോൾ വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് റാം കുറവായിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ റാൻഡം ആക്സസ് മെമ്മറിൻ്റെ സൈസ് കുറവാണെങ്കിൽ, കുറച്ചും കൂടി മെമ്മറി സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കൽ മെമ്മറി അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൻ്റെ കുറച്ച് പോർഷൻ എടുത്തിട്ട് മെയിൻ മെമ്മറി ആയിട്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നതാണ് വെർച്വൽ മെമ്മറി കൺസെപ്റ്റ്. അപ്പോൾ ആ കൺസെപ്റ്റിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം. ഇപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രം വെച്ചാൽ തന്നെ നിങ്ങൾക്കൊരു 5 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് ഒരു ക്വസ്റ്റ്യനായിട്ട് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതിലത് ബ്ലോക്സ്. ഫസ്റ്റ് വെർച്വൽ മെമ്മറി. ഇവിടെ പേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ടാസ്ക് 1 ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം റൺ ചെയ്യുന്നത് ടാസ്ക് 1 എന്നൊരു ടാസ്ക് പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടാസ്ക് 1-ന് സ്പേസ് പോരാ വെർച്വൽ മെമ്മറിയിൽ. അപ്പോൾ അത് മെമ്മറിയിൽ, അപ്പോൾ ഇവിടെ നിന്നൊരു വെർച്വൽ മെമ്മറി അല്ലെങ്കിൽ വെർച്വൽ അഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ആ വെർച്വൽ അഡ്രസ്സ് ഇപ്പുറത്തുള്ള ഫിസിക്കൽ മെമ്മറിയിൽ നിന്ന് കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ വെർച്വൽ അഡ്രസ് ഈസ് ജനറേറ്റഡ് ബൈ പ്രോസസ്സർ. പ്രോസസ്സർ ജനറേറ്റ്സ് എ വെർച്വൽ അഡ്രസ്. So a task 1 is running, and this particular space is called page. So the space which is the program running in a virtual memory which need to convert to a physical memory is called page. So page is the space in a virtual memory. So task 1 is running.
So this address for this task 1 is generated by processor. That is going divided into two parts. That is virtual address is dividing into two parts. First part is base part, second part is offset. So divided into two part, virtual address is divided into base part and offset part. You can see an example here. It returns 0x040 is the base part, offset part is this one. And this base part is given to memory management unit. This MMU converts virtual address into physical address. So MMU have a relocation register. So this part, base part is converted or relocated into a new address, and offset is directly coming here. So this 0x040 base address is converted into 0x080. This is called translated address or physical address. So this address is straightly going to physical memory. You can see this address is going to, this particular address is going to here. So task 1, and it generates a physical address. This particular space is called page frame. So page is the virtual memory space for a task, and virtual memory page frame is the physical memory part. Okay, is it clear? So once again I will repeat working of virtual memory. So virtual memory means it is the address generated by a processor, which is not actually in the main memory, which should be get it from physical memory. So a task is running by a processor. So in order to run that task, an address is or a space required for that particular task is generated by processor. And this particular virtual address is divided into base address and offset address. Base address will be goes to memory management unit, and so a relocation register is there, and this address is converted. This is called translated address and physical address, which is going to physical memory and access a location. So actually what processor thing is, task 1 is running here, but it don't have space here. It actually goes to physical memory and runs here. So this concept is called virtual memory. Okay. So next we need to study some definition. What is page, page frame, TLB, PTE. Page means we already seen what is meant by page. This is the page. Page means the area of virtual memory which is need to be translated to physical address. The area of virtual memory which is need to be converted to physical address is called page frame. Page, and page frame is the physical memory pointed by translation process. ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം പോയിൻ്റ് ചെയ്യുന്ന ഫിസിക്കൽ മെമ്മറിയുടെ സ്പേസ് എന്ന് പറഞ്ഞ പേരാണ് പേജ് ഫ്രെയിം. അപ്പോൾ പേജ് എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിലുള്ളതാണ്, മെമ്മറി പോർഷനാണ്. പേജ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ മെമ്മറിയിൽ ഉണ്ടാകുന്ന സ്ഥലത്തിനാണ് പേജ് ഫ്രെയിം എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് TLB. TLB മീൻസ് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. അപ്പോൾ ഈ ബഫറിൽ 64 റീലൊക്കേഷൻ രജിസ്റ്ററിലൊരു ബഫർ എന്ന് പറഞ്ഞ പേരാണ് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. അപ്പോൾ ഒരു കളക്ഷൻ ഓഫ് റീലൊക്കേഷൻ രജിസ്റ്ററാണ് TLB. TLB ഈസ് ക്യാഷെ മെമ്മറി. നെക്സ്റ്റ് PTE. PTE മീൻസ് പേജ് ടേബിൾ എൻട്രി. അപ്പോൾ ഈ പേജ് ടേബിൾ എൻട്രിയിലാണ് ഒരുവിധ എല്ലാ ഇൻഫർമേഷൻ ഉണ്ടാവും. അതായത് കണ്ടെയ്ൻസ് ഫിസിക്കൽ ബേസ് അഡ്രസ്, ആക്സസ് പെർമിഷൻ, ക്യാഷ്, ഇതെല്ലാം കൂടി ഉള്ളൊരു സാധനമാണ് പേജ് ടേബിൾ എൻട്രി. So this is the first class of this module 5, virtual memory.